അന്ത്യനാൾ സംഭവിക്കേണ്ടത് എപ്പോൾ സംഭവിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘദർശനം ചെയ്തു പറഞ്ഞു. അത് മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ സമൂഹത്തിന്റെ സംസ്കാരം എപ്പോഴാണോ തകർന്നടിയുന്നത്, പാശ്ചാത്യന്റേതുപോലെ മൃഗതുല്യമായ സംസ്കാരമായി മുഅ്മിനിന്റേത് എപ്പോൾ മാറുമോ അവിടെ തുടങ്ങുന്നു അന്ത്യനാളിന്റെ അടയാളങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ലാ തഖൂമുസ് സാഅതു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ മാത്രം ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലെ അന്ത്യനാൾ സംഭവിക്കുകയുള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മോശപ്പെട്ടവർ മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ സർവമാന സംവിധാനങ്ങളെയും അല്ലാഹു തകർത്തടിയുകയും തകർത്ത് തരിപ്പണമാക്കി ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്ന് അല്ലാഹു പറയുന്നത്. കടലുകൾ കരകവിഞ്ഞൊഴുകുമെന്ന് പറയുന്നത്. കടലുകൾ കത്തിക്കപ്പെടുമെന്ന് പറയുന്നത്. ഭീമാകാരങ്ങളായ ഗോള സമൂഹങ്ങൾ, താരകങ്ങളെ അല്ലാഹു ഉതിർത്തി വീഴ്ത്തുന്നത് എല്ലാം ഭൂമിയിൽ ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരം മാറുമ്പോഴാണ്, അവർ അല്ലാഹുവിൽ നിന്ന് അകലുമ്പോഴാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ. അലം നജ്അലിൽ അർള മിഹാദാ. ഈ ഭൂമിയെ നിങ്ങൾക്ക് നാം തൊട്ടില് പോലെ മനോഹരമായി സംവിധാനിച്ചില്ലയോ? അല്ലാഹു ചോദിക്കുകയാണ്. എന്തായി തൊട്ടിലെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മനോഹരമായി കുഞ്ഞിനെ ഉറങ്ങാൻ ഇടം നൽകുന്ന, അവസരം നൽകുന്ന വേദിയാണ് തൊട്ടില്. മിഹാദ്, ക്രാഡിൽ, കുട്ടിയുടെ മടിത്തട്ടില് പോലെ ഈ ഭൂമി അല്ലാഹു നിങ്ങൾക്ക് സംവിധാനിച്ചില്ലയോ? വൽ ജിബാല ഔതാദ. പർവ്വതങ്ങളെ നിങ്ങൾക്ക് നാം സ്ഥായിയായി ഭൂമിയെ ചാഞ്ചാടാതെ നിലനിർത്താനുള്ള ഭൂമിക്ക് മേൽ ആണിയടിച്ചതുപോലെ പർവ്വതങ്ങളെ സ്ഥാപിച്ചു തന്നില്ലയോ? പിന്നെ എന്തേ ഇവിടെ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത്? പിന്നെ എന്തേ ഇവിടെ സുനാമികൾ ഉണ്ടാകുന്നത്? പിന്നെ എന്തേ ഇവിടെ ഭൂവൽക്കങ്ങൾ ഉണ്ടാകുന്നത്? എന്തേ പിന്നെ ഇവിടെ അഗ്നിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് പിന്നെ കൊടുങ്കാറ്റുകളും പ്രളയങ്ങളും ഉണ്ടാകുന്ന ചോദ്യചിഹ്നമാണ്. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യൻ ചെയ്ത തിന്മകൾ കൊണ്ട് കരയിലും ഭൂമിയിലും നാശം വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. എപ്പോഴാ നാശമുണ്ടായത്? മനുഷ്യൻ തിന്മ ചെയ്തപ്പോ. ലോകത്തെ ടെക്നോളജി ഏറ്റവും കൂടുതൽ ലോകത്തിന് സമ്മാനിച്ച രാജ്യമാണ് ജപ്പാൻ. ജപ്പാൻകാരനെ പോലെ ടെക്നോളജി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സയന്റിസ്റ്റുകളില്ല. സുബ്ഹാനല്ലാഹ്. സുനാമി പോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസ്, ഭൗമികപരമായ അപകടങ്ങൾ അതിജീവിക്കാനുള്ള സെറ്റപ്പുകൾ ജപ്പാൻകാരന്റെ നാട്ടിലെ വീടുകൾക്കുണ്ട്. സുനാമി റെസിസ്റ്റന്റുകളായ സംവിധാനങ്ങൾ അവരുടെ കരയിലുണ്ട്, കടലിലുണ്ട്. എന്നിട്ടെന്തേ അല്ലാഹുവിന്റെ കടലങ്ങ് ക്ഷോഭിച്ചപ്പോ ജപ്പാനുകാരൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതൊരു സൂചനയാണ്. ഇത് ജപ്പാൻകാരന് സാധ്യമല്ലെങ്കിൽ ലോകത്തെ ടെക്നോളജിയുടെയോ ഭൗതിക സൗകര്യങ്ങളുടെയോ പേരിൽ അഹങ്കരിക്കുന്ന ഒരു രാജ്യത്തിനും സാധ്യമേ അല്ല. ഇത് അല്ലാഹു നൽകുന്ന സൂചനയാണ്. ഹാറൂൻ യഹ്യ എന്ന് പറയുന്ന ഒരു ആധുനിക പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഉണ്ട്, harunyahiya.com എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള വസ്തുതകൾ, ഇസ്ലാമിക് ഒരുപാട് ഡോക്യുമെന്ററികൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയാ 2005 ഉണ്ടായതിനേക്കാൾ 3 ഇരട്ടി ഭൂമിയുടെ ഭൂചലനങ്ങൾ ഇപ്പൊ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ്. 3 ഇരട്ടിയാണ് ഭൂമിയുടെ ഭൂചലനങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പത്രത്തിൽ ഈ ഒരു ന്യൂസ്, ഒരു ഇത്ര റിക്ടർ സ്കെയിൽ 5.2, റിക്ടർ സ്കെയിൽ 6.7. എന്താണ് ഈ പറയുന്നത്? ആൾനാശമില്ലെങ്കിൽ അതൊരു വാർത്തയല്ല. ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അനക്കം തുടങ്ങിയിട്ടുണ്ട്. അനക്കം തുടങ്ങിക്കഴിഞ്ഞു. ഭൂമിയുടെ സർവഭാഗങ്ങളിലും അനക്കം തുടങ്ങി. ഇത് ബുദ്ധിയുള്ള മനുഷ്യന് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല.
ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ അനങ്ങുകയാണെന്ന് ശാസ്ത്രകാരന്മാർ, സയന്റിസ്റ്റ് പറയുന്ന ഭൂചലനം എന്തുകൊണ്ട് പ്രവചിക്കാനോ അതിജീവിക്കാനോ മനുഷ്യന് സാധ്യമല്ല തന്നെ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. മനുഷ്യൻ ഇത്രേ ചോദിക്കാൻ പറ്റുള്ളൂ, എന്തു സംഭവിച്ചു, വാട്ട് ഹാപ്പൻഡ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മനുഷ്യന് തടുക്കാൻ പറ്റാത്ത അള്ളാഹുവിന്റെ അപകടങ്ങൾ, അള്ളാഹു നൽകുന്ന സൂചനകൾ മനുഷ്യ സംസ്കാരത്തിലേക്കുള്ള ചൂണ്ടുപലകകളാണ്. എവിടെയാണ് മുസ്ലിം നിൽക്കുന്നത്? ഇവിടെ അപകടങ്ങൾ വരുത്തിവെക്കുന്നത് മുസ്ലിമിന്റെ സംസ്കാരമെന്ന പരിശുദ്ധ ഖുർആൻ. നമ്മൾ നമ്മുടെ സംസ്കാരം ഊരിവെച്ച് താഴെ വെച്ച് അന്യന്റേത് മേലങ്കി അണിഞ്ഞാൽ അള്ളാഹു ഇവിടെ നാശങ്ങൾ വരുത്തിവെക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, ആയിഷ, അള്ളാഹു ഈ ലോകത്തെ ഒന്നാകെ നശിപ്പിക്കുന്നതിന് മുമ്പായി ഈ പ്രപഞ്ചത്തിൽ 3 അപകടങ്ങൾ നടക്കാനിരിക്കുന്നു. ഒന്ന് ഖസ്ഫൻ ബിൽ മശ്രിഖി വഖസ്ഫൻ ബിൽ മഗ്രിബി വഖസ്ഫൻ ബിജസീറത്തിൽ അറബ്. ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഒരു ഖസ്ഫ് നടക്കും. ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്നിട്ട് അതിലേക്ക് ആളുകൾ, നഗരങ്ങൾ, സാമ്രാജ്യങ്ങൾ ഒന്നാകെ വീഴുന്നതാണ്. 2012 എന്ന് പറഞ്ഞ അമേരിക്കക്കാരൻ ഒരു അനിമേഷൻ മൂവി ഉണ്ടാക്കിയിട്ടുണ്ട്, ലോകാവസാനത്തിന്റെ ചിത്രം കാണിച്ചു തരാൻ. മനുഷ്യന്റെ അനിമേഷനല്ല, മൂവി മേക്കറെടുത്ത് കളിക്കുന്ന കളിയല്ല. അള്ളാഹുവിന്റെ ഖിയാമത്ത് എന്ന് പറയുന്നത് അല്ലാഹു തആല നടത്തുന്ന ഭൂമിയെ അള്ളാഹു നശിപ്പിക്കാൻ പോകുന്നത്. മനുഷ്യൻ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നില്ലെങ്കിൽ, സമൂഹങ്ങൾ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണിതൊക്കെ? ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന അപകടം ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നടക്കും. നമ്മളൊക്കെ, ഇന്ത്യയൊക്കെ ഈസ്റ്റേൺ, ഫാർ ഈസ്റ്റിലും മിഡിൽ ഈസ്റ്റിലും പെടുന്ന പ്രദേശങ്ങളാണ് നമ്മുടെയൊക്കെ. വഖസ്ഫൻ ബിൽ മഗ്രിബി, പടിഞ്ഞാറ് വെസ്റ്റേൺ രാജ്യങ്ങളിലും ഒന്ന് നടക്കും. വഖസ്ഫൻ ബിജസീറത്തിൽ അറബ്, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലും ഒരു ഖസ്ഫ് നടക്കുമെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? അറേബ്യൻ പെനിൻസുലയിൽ വരുന്ന രാജ്യങ്ങൾ: യമൻ, സൗദി അറേബ്യ, ഒമാൻ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖിന്റെ ഏതാനും ഭാഗം. ഇത് കൂടുന്ന പ്രദേശത്തിനാണ് ജസീറത്തുൽ അറബ് എന്ന് പറയാൻ. അറേബ്യൻ പെനിൻസുല. ഇവിടെയും ഒരു ഭൂചലനം, ഒരു പിളരുന്ന അനുഭവം നടക്കുകയും ഭൂമി പിളർന്നിട്ട് എല്ലാവരും, നഗരങ്ങൾ, ജനങ്ങളും മുഴുവനും അതിലേക്ക് കൂപ്പുകുത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞപ്പോ യുഖ്സഫു ബി അവ്വലിഹിം വആഖിരിഹിം, ആദ്യത്തേതും അവസാനത്തേതുമായ മുഴുവൻ ആളുകളും അതിൽ പെട്ടുപോകുമെന്ന് പറയവേ നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയി, നബിയേ, അയുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം വഫീഹിമുസ് സാലിഹൂൻ, സജ്ജനങ്ങളായ ആളുകൾ ജീവിച്ചിരിക്കെ അത് നടക്കുമോ? നല്ല ആളുകൾ ജീവിച്ചിരിക്കെ അവരും ഇതിൽ പെട്ടുപോകുമോ നബിയെ? ജസീറത്തുൽ അറബിലാണല്ലോ മക്കയുള്ളത്, അവിടെയാണല്ലോ മദീനയുള്ളത്. മക്ക അല്ലാഹുവിന്റെ ഹറമാണ്, അല്ലാഹുവിന്റെ ഹോളി സാങ്ച്വറിയാണ് പരിശുദ്ധ മക്ക. പരിശുദ്ധ മക്കയിലും പരിശുദ്ധ മദീനയിലും ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ അവരും പെട്ടുപോകുമോ നബിയെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. തങ്ങളുടെ മറുപടി, അതെ, അവർ മുഴുവനും പെട്ടുപോകും. എന്തേ നബിയെ? അതിനൊക്കെ കാരണം എല്ലാവരും ഹറമിലുള്ള മുഴുവൻ ആളുകളടക്കം ജസീറത്തുൽ അറബിലെ മുഴുവൻ രാജ്യക്കാരും അപകടപ്പെടുന്ന ഈ അപകടം എന്തുകൊണ്ട് നടക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ മറുപടി നമ്മുടെ വിഷയത്തിന്റെ മർമ്മത്തിലേക്കുള്ള സൂചനയാണ്. ഇദാ ഫശാ ഫീഹിമുൽ ഖുബുസ്, എന്റെ സമുദായങ്ങൾ, എന്റെ സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിച്ചു പോയാൽ അല്ലാഹു ഇങ്ങനെ നടത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വെച്ച് ആലോചിക്കണം,
പ്രപഞ്ചത്തിന്റെ നാശം വരുത്തിവെക്കുന്നത് ആരാണ്? എവിടെ നിന്നാണ്? അഷ്റഫുൽ ഖൽഖ് 15 വസ്തുതകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ ചെറിയൊരു പര്യടനം നടത്തുക മാത്രമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇദത്തുഖിദൽ ഫൈഉ ദിവലൻ വൽ അമാനതു മഗ്നമൻ വസ്സകാതു മഗ്റമൻ വതുഉല്ലിമ ലിഗൈരിദ്ദീൻ. തങ്ങളിങ്ങനെ പറഞ്ഞ് അവസാനമെത്തുമ്പോ ഇത്തരം 15 കാര്യങ്ങൾ എന്റെ സമൂഹത്തിൽ കാണാൻ തുടങ്ങിയാൽ ഫർതഖിബൂ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം. റീഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാതിൻ തതാബഅ കനിദാമിൻ ബാലിൻ ഖുതിഅ സിൽകുഹു ഫതതാബഅ. ചമൽ കാറ്റുകളും ചുവന്ന കാറ്റുകളും ചുടുകാറ്റുകളും ഭൂചലനങ്ങളും ഭൂമി പിളരുന്നതും ആകാശത്തുനിന്ന് ചരൽ മഴ വർഷിക്കുന്നതും തുടരെയായി ഒരു മാലയുടെ ചരടച്ചുപോയാൽ അതിന്റെ മുത്തുമണികൾ വീഴുന്ന പോലെ ഒന്നിനു പിറകെ മറ്റൊന്നായി അപകടങ്ങൾ നിങ്ങളെ പിടികൂടുന്നതും കാണാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 15 കാര്യം നമ്മൾ അങ്ങോട്ട് വിസ്മരിച്ചാൽ ഇതൊക്കെ ഇവിടെ നടക്കുന്നു.